Good morning, good morning. അപ്പോൾ നമുക്ക് തുടങ്ങാലോ. ക്വസ്റ്റ്യൻസ് ആണ്, ആൻസേഴ്സ് ചെയ്തു നോക്കത്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ചോദ്യം ഉണ്ടായിരുന്നത്. ആ 4 ചോദ്യം ഇതിലുണ്ട് കേട്ടോ. കോംപ്ലക്സ് അനാലിസിസ് നിന്നും 4 ക്വസ്റ്റ്യൻ 4 ഇതിലുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. The conjugate of I raised to 9 plus I raised to 18 എത്രയാണ്? I raised to 9 plus I raised to 18 കോൺജുഗേറ്റ് എന്താണ് എന്നാണ് ചോദ്യം. കണ്ടുപിടിച്ചാൽ മതി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. I raised to 9 plus I raised to 18. I raised to 9 എന്ന് പറഞ്ഞാൽ I raised to 8 1 ആണ് അല്ലേ? ബാക്കി 1 ഉണ്ടാവും. അപ്പോൾ ഐയുടെ പവർ ആയിട്ട് 1 വരും. I പ്ലസ് I raised to 16 1 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ മതി. 16 1 ആണ്, ബാലൻസ് 2 ഉണ്ടാവും. I സ്ക്വയർ. അപ്പോൾ ദിസ് ഇസ് I മൈനസ് 1. ഇതിന്റെ കോൺജുഗേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, -1 പ്ലസ് I എന്ന് എഴുതിക്കോളൂ. എന്നിട്ട് കോൺജുഗേറ്റ് എഴുതുമ്പോൾ -1 മൈനസ് I എന്ന് എഴുതാം. ഓപ്ഷൻ ബി. റിയൽ പാർട്ട് ആദ്യം എഴുതി, ഇമാജിനറി പാർട്ട് രണ്ടാമത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. The value of 1 plus I raised to 24. 1 plus I raised to 24ന്റെ വാല്യൂ എന്താണ്? It's സി വരുമോ? ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലപ്പോൾ ഇത് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാനൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് 1 പ്ലസ് I ദ ഹോൾ സ്ക്വയർ എന്താ നോക്കി നോക്കാം. അതെന്താണ്? 1 പ്ലസ് 2I പ്ലസ് I സ്ക്വയർ. I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. ദാറ്റ് ഇസ് 2I ആണ് വരിക. അപ്പോൾ 1 പ്ലസ് I റേസ് ടു 24 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 1 പ്ലസ് I ദ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 12 എടുക്കും അല്ലേ? അതായത് 2I ഹോൾ റേസ് ടു 12. 2 റേസ് ടു 12 I റേസ് ടു 12. 12 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1 എന്ന് വരും. 2 റേസ് ടു 12 ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഇങ്ങനെ പെട്ടെന്ന് കത്തിയില്ല എന്നുണ്ടെങ്കിൽ പോളാർ ഫോമിലേക്കൊക്കെ ചെയ്യാട്ടോ. പോളാർ ഫോമിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. E raised to I ഫോർമാറ്റ് I തീറ്റ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മതി. 2. മൂന്നാമത്തെ ചോദ്യം. The multiplicative inverse of 1 plus 4I. 1 plus 4iന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? Z ഇൻവേഴ്സ് is Z bar by mod Z square അല്ലേ? Z bar 3 minus 4I divided by 9 plus 16. 3 minus 4I by 25. Option A. 3 minus 4I by 25. Option A. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ചോദ്യം. നാലാമത്തെ ചോദ്യം. 1 omega omega square are the roots of cube roots of unity. Then 1 omega raised to n, omega raised to 2n, omega raised to n, omega raised to 2n, 1 omega raised to 2n, 1 omega raised to n. നമ്മൾ HSIയുടെ ബാച്ചിൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലേ? അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും വേഗം പെട്ടെന്ന്. സീറോ ആണ് അല്ലേ? എങ്ങനെ വരും? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ എന്നിന് പകരം തൽക്കാലത്തേക്ക് 1 കൊടുക്കുക. ഓക്കെ, എന്നിന് പകരം 1 കൊടുത്താൽ ഡിറ്റർമിനന്റ് 1
omega square, omega square 1, omega square 1 omega എന്ന് കിട്ടും. ഇത് എക്സ്പാൻഡ് ചെയ്യുക 1 ഇൻറ്റു ഒമേഗ ക്യൂബ് അല്ലേ -1 മൈനസ് ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ റേസ് ടു 4 അല്ലേ. ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ഇത് 0 ആയി, ഒമേഗ ഇൻറ്റു 0 പിന്നെ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് അല്ലേ. ബിക്കോസ് ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാലൻസ് ഒമേഗ മാത്രമേ കാണുള്ളൂ. ഇതെല്ലാം 0 ആണ്. ഇറ്റ് ബിക്കംസ് 0. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളിത് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ, അതായത് ഇപ്പോൾ എന്നെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വലിയ എക്സ്പ്രഷൻ ആയിട്ട് മാറും. അത് കുറച്ച് പ്രയാസമാണ് നമുക്ക് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളത്. എന്നാലും 0 കിട്ടും, പക്ഷെ ബെറ്റർ എന്നിന് 1 കൊടുത്ത് ചെയ്യാം. അടുത്ത നോക്കൂ, 5ാമത്തെ ചോദ്യം. ഇതൊക്കെ PSC ചോദ്യങ്ങളാണ് കേട്ടോ. ഇത് പഴയ HSSTയുടെ ചോദ്യമാണ്. The value of I raised to minus 2i. The value of I raised to minus 2i. I raised to minus 2iയുടെ വാല്യൂ എന്താണ്? The value of I raised to minus 2i. ഈ I എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I എന്ന് പറയുന്നത് എന്താണ്? I is e raised to pi I or pi by 2i അല്ലേ. I എന്ന് പറഞ്ഞാൽ അത് e raised to pi by 2i ആണ്. ശരിയല്ലേ? കാരണം എന്താ? cos pi by 2 plus I sin pi by 2. cos pi by 2 0 വരും, I into sin pi by 2 1 എന്ന് വരും. അപ്പോൾ I എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? I raised to minus 2i ആണ് എന്ന് പറഞ്ഞാൽ e raised to pi by 2i whole raised to minus 2i. ഇതെന്താ വരിക നോക്കി നോക്കൂ. ഓപ്ഷൻ സെയിം ആണോ? ഈ 2 ഓപ്ഷനാ? യെസ്. ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു മിനിറ്റ് കേട്ടോ. മൈനസ് ആണ്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് കുളമാക്കിയതാണ്. കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഞാനത് ടൈപ്പ് ചെയ്തിട്ട് മാറിപ്പോയത്. ഒരു മൈനസ് ആണ് അത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക അല്ലേ. ഇതെങ്ങനെ കട്ട് ചെയ്യാം? ഈ 2 കട്ട് ചെയ്ത് പോവും. പിന്നെ I ഇൻറ്റു I മൈനസ് I വരും. സോറി, -1 വരും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് e raised to pi എന്നാണ് കിട്ടുക അല്ലേ. ഇറ്റ് ഈസ് e raised to pi. ശരിയല്ലേ? ഇനി എന്നിന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ e raised to pi എപ്പോഴാണ് കിട്ടുക നോക്കിയാൽ മതി. e raised to pi എപ്പോഴാണ് കിട്ടുക നോക്കുക. e raised to pi ഇവിടെ കിട്ടുമോ? ഇതിലെന്തായാലും ഐയുടെ വാല്യൂ I raised to minus 2iയുടെ വാല്യൂ e raised to pi എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ജനറൽ കേസ് ആ വാല്യൂ വന്നിട്ടുള്ളത്. ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി അല്ലേ. ഇത് രണ്ടും അല്ല എന്തായാലും. e raised to pi ഇപ്പോൾ pi by 2 i മൈനസ് pi by 2 i ഇല്ലല്ലോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷൻ എയിൽ n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ e raised to 4n 0 വരും. പൈ, അതായത് e raised to pi എന്ന് കിട്ടും ഓപ്ഷൻ എ. ഓക്കെ, പക്ഷെ n ഈക്വൽ ടു 0 നിങ്ങൾ ഓപ്ഷൻ ബിക്ക് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരിക e raised to minus pi ആണ്. ഇൻഫാക്ട് ഇത് ഒരിക്കലും എന്താവില്ല, ഈ e raised to pi ആവില്ല ഈ സാധനം. ഓപ്ഷൻ ബി ഒരിക്കലും e raised to pi ആവില്ല. കാരണം എന്താ? e raised to pi ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൈനസ് ഫ്രണ്ടിൽ ഉള്ളതുകൊണ്ട് അതിനെ നമുക്ക് ഒരിക്കലും e raised to pi ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ വാല്യൂ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്, സോറി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ എക്സ്പ്രഷന്റെ വാല്യൂ e raised to pi ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ ഈ എക്സ്പ്രഷനിൽ നിന്നും ഏതിനെ അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരിക. അടുത്തത് 6ാമത്തെ ചോദ്യം. ഇതെല്ലാം PSCയുടെ തന്നെ ചോദ്യങ്ങളാണ് കേട്ടോ. പല പരീക്ഷകൾക്കായിട്ട് ചോദിച്ചിട്ടുള്ള PSC തന്നെ കോംപ്ലക്സ് അനാലിസിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം.
ഏതായിരിക്കും? യെസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു പൈ ബൈ ടു ഐ ആണ് അല്ലേ? അപ്പൊ ഐ റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു പൈ ബൈ ടു ഐ ഹോൾ റേസ് ടു ഐ. ഈ ഐ സ്ക്വയർ മൈനസ് 1 ഇ റേസ് ടു മൈനസ് പൈ ബൈ ടു എന്ന് വരും. ഓപ്ഷൻ എ. എങ്ങനെയാണോ ഇ റേസ് ടു ഐ പൈ ബൈ ടു ഐ? അതെങ്ങനെ? ഇതെങ്ങനെയാ? ഇതെന്താ ശരിക്കും? വാട്ട് ഇസ് ദിസ്? ഇ റേസ് ടു പൈ ബൈ ടു ഐ എന്താ? അതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? കോസ് പൈ ബൈ ടു പ്ലസ് ഐ സൈൻ പൈ ബൈ ടു. ഇങ്ങനെ എഴുതാം. കോസ് പൈ ബൈ ടു പ്ലസ് ഐ സൈൻ പൈ ബൈ ടു എന്ന് എഴുതാം അല്ലേ? കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് ഐ സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 1 ആണ്. ദിസ് ബിക്കംസ് ഐ. അങ്ങനെയാണ് ഐയുടെ എക്സ്പ്രഷൻ ഇ റേസ് ടു മൈനസ് പൈ ബൈ ടു ഐ മാറിയത് കേട്ടോ. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആക്കിയതാണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത് നോക്കൂ, ഏഴാമത്തെ ചോദ്യം. z ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ആണെങ്കിൽ z റേസ് ടു n പ്ലസ് 1 ബൈ z റേസ് ടു n എന്താണ്? 1 ബൈ z റേസ് ടു n എന്താണ്? എന്താ വരിക? ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എങ്ങനെ ചെയ്യാം? ഇ റേസ് ടു ഐ തീറ്റയും ഇ റേസ് ടു മൈനസ് ഐ തീറ്റയും നോക്കി എഴുതിയാൽ മതി അല്ലേ? വേഗം കിട്ടും. ഇ റേസ് ടു ഐ തീറ്റ, ഇ റേസ് ടു മൈനസ് ഐ തീറ്റ. എന്താണ് ഇ റേസ് ടു ഐ തീറ്റയുടെ എക്സ്പാൻഷൻ? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, പിന്നെ ഇ റേസ് ടു മൈനസ് ഐ തീറ്റ കോസ് തീറ്റ, അതായത് മൈനസ് തീറ്റയാണ് വരിക. അപ്പൊ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആയിരിക്കും. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ മൈനസ് ഇവിടെ വരും, സൈൻ തീറ്റ അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? കോസ് തീറ്റ ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ 2 കോസ് തീറ്റ എന്ന് കിട്ടും അല്ലേ? ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ നിന്ന് നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാം. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? z റേസ് ടു n പ്ലസ് 1 ബൈ z റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താടോ? z റേസ് ടു n പ്ലസ് z റേസ് ടു മൈനസ് n അല്ലേ? z എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു ഐ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ ദ ഹോൾ റേസ് ടു n പ്ലസ് ഇ റേസ് ടു ഐ തീറ്റ ദ ഹോൾ റേസ് ടു മൈനസ് n അല്ലേ? എങ്ങനെ വരും? അതായത് ഇ റേസ് ടു ഐ എൻ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എൻ തീറ്റ. ഇതെങ്ങനെ എഴുതാം നമുക്ക്? തീറ്റയ്ക്ക് പകരം എൻ തീറ്റ കൊടുത്താൽ മതി ഇതിൽ അല്ലേ? അപ്പൊ എന്താ കിട്ടുക? 2 കോസ് തീറ്റ എഴുതുന്നതിന് പകരം എൻ തീറ്റ എഴുതാം. 2 കോസ് എൻ തീറ്റ, 2 കോസ് എൻ തീറ്റ. ഓപ്ഷൻ എ. സെറ്റിന്റെ വാല്യൂ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ആൻസർ എഴുതാം. അടുത്തത് എട്ടാമത് ചോദ്യം. ഇത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യമാണ്. രണ്ടായിരത്തി 24 സെറ്റ് പരീക്ഷയിലും ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് സെയിം ഓപ്ഷൻസ്. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് അല്ലേ? ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. എങ്ങനെയാണ് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത്?
എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഇത് യു ആണെന്ന് വിചാരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് യു. യു എക്സ് കണ്ടുപിടിക്കാം, ഇറ്റ് ഇസ് 2x. യു വൈ കണ്ടുപിടിക്കാം, ഇറ്റ് ഇസ് 2y മൈനസ് 2y അല്ലേ. ഇനി ഇത് ഹാർമോണിക് കോൺജുഗേറ്റ് ആണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് ആയിരിക്കും. നമ്മളിപ്പോൾ യു എടുത്തുകൊണ്ട് റിയൽ പാർട്ടാണെന്ന് വിചാരിക്കാം. അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. CR ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, കോഷി റീമാൻ ഇക്വേഷൻ. UX എന്ന് പറഞ്ഞാൽ VYയും UY എന്ന് പറഞ്ഞാൽ മൈനസ് VXും അല്ലേ. ഇതാണ് CR ഇക്വേഷൻ. അപ്പൊ ഇവിടെ UX എന്ന് പറഞ്ഞാൽ 2x നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് VY ആയിട്ട് നമ്മൾ എടുത്താൽ ഇവിടുന്ന് y കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് v കണ്ടുപിടിക്കാം. എങ്ങനെ? ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു y അല്ലേ. അപ്പോൾ VYനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ VY ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2x dy ആണ്. അപ്പോൾ എന്ത് വരും നോക്കൂ, VYയുടെ ഇന്റഗ്രൽ v എന്ന് കിട്ടും അല്ലേ. 2xന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആയതുകൊണ്ട് 2xy. അപ്പോൾ v എന്ന് പറഞ്ഞാൽ 2xy എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്നും കൂടെ നിങ്ങൾ അത് ഒന്നും കൂടെ എഴുതി വെച്ചോളൂ. ഇനി എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ അഡീഷണൽ പോയിന്റ്സ് ഒന്നും ഇല്ല അല്ലെ, പ്ലസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് തന്നെയായിരിക്കും ആൻസർ. ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ ഓപ്ഷൻ സി എന്ന് എഴുതാം. പക്ഷെ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ 2xy പ്ലസ് y എന്നുണ്ട് വിചാരിക്കുക. അപ്പൊ നമ്മൾ കൺഫേം ചെയ്യണം ഈ y എന്നുള്ള സാധനം ഇപ്പോൾ ഇവിടുന്ന് കിട്ടും, ഈ രണ്ടാമത്തേന്ന് കിട്ടുമോ എന്നുള്ളത് കൺഫേം ചെയ്യണം. UI എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് VX ആണ്. ദിസ് ഇസ് മൈനസ് VX കൊടുക്കുക. അപ്പോൾ ഫ്രം ദിസ് മൈനസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ VX ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2y dx. വിത്ത് റെസ്പെക്ട് x ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു v, ദാറ്റ് ഇസ് 2y ഇൻറ്റു x, 2xy അല്ലേ. രണ്ടും ഒന്ന് തന്നെയാണ് കിട്ടുന്നത്. എക്സ്ട്രാ പോയിന്റ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ടേംസ് ഒന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ല. അടുത്തത് 9ാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് കോൺജുഗേറ്റിന്റെ മറ്റൊരു ചോദ്യം. Which of the following is a harmonic conjugate of u of x? x എന്നാ തന്നിട്ടുള്ള u of xy ആണ് കേട്ടോ ശരിക്കും. u ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ്. ഇതായിരിക്കും ഓക്കെ. ഓക്കെ, ഡി ആണോ? ഓക്കെ നോക്കാം. യു എന്ന് തന്നിട്ടുണ്ട് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ്. യു എക്സ് കണ്ടുപിടിക്കുക. ഈ മെത്തേഡ് ചെയ്ത പോലെ തന്നെ 2x പ്ലസ് 1. യു വൈ കണ്ടുപിടിക്കുക. ഇറ്റ് ഇസ് മൈനസ് 2y. ഇത് കോഷി റീമാൻ ഇക്വേഷൻ അനുസരിച്ച് ഇത് vy ആണ്. ഫ്രം ദിസ് വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്താൽ v ഈക്വൽ ടു 2xy പ്ലസ് y എന്ന് കിട്ടും അല്ലേ. ഇത് മൈനസ് vx ആണ്. ഫ്രം ദിസ് v എന്ന് പറയുന്നത് 2xy എന്നേ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോമൺ ടേം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. കോമൺ അല്ലാത്ത സെപ്പറേറ്റ് ടേമുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ ഇവിടെ v എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 2xy പ്ലസ് y. 2xy പ്ലസ് y ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇതില് യു തന്നിട്ട് v കണ്ടുപിടിക്കാനും v തന്നിട്ട് u കണ്ടുപിടിക്കാനും അല്ലാതെ എന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്? ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ മിൽനെ തോംസൺ മെത്തേഡ് ഉപയോഗിക്കാൻ മറക്കരുത്. ഏത് ഫംഗ്ഷന്റെ റിയൽ ഇമാജിനറി പാർട്സ് ആണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ മിൽനെ തോംസൺ മെത്തേഡ് മറക്കാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യം. The harmonic conjugate of u equal to x cube minus 3xy square. ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണ്?
ഓക്കെ, ചെയ്ത് നോക്കാം. യു ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy² വന്നിട്ടുണ്ട്. യു എക്സ് 3x² മൈനസ് 3y² ആണ്. യു വൈ മൈനസ് 6xy ആണ്. ഫ്രം ദിസ് വി വൈ എന്ന് എഴുതാം. വി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്താൽ 3x² മൈനസ് 3y³ 3 എന്ന് പറഞ്ഞാൽ 3x² മൈനസ് y³ എന്ന് കിട്ടും അല്ലേ. ഇനി ഇത് ദിസ് ഇസ് മൈനസ് വി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ 6x² 2y ഇത്രേ കാണുള്ളൂ. ദാറ്റ് ഈസ് 3x²y. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ വി എഴുതേണ്ടത്. കോമൺ ടേം ഒരു തവണ എഴുതിയാൽ മതി, അല്ലാത്ത ടേമുകളൊക്കെ ആഡ് ചെയ്ത് എഴുതുക. x²y 3x² മൈനസ് y³ അല്ലേ. 3x² മൈനസ് y³ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഹാർമോണിക് കോൺജുഗേറ്റ്. ഹാർമോണിക് കോൺജുഗേറ്റ് ഒരെണ്ണം പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഹാർമോണിക് കോൺജുഗേറ്റിന്റെ ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. 11ാമത്തെ ചോദ്യം നോക്കൂ. f of z equal to u of xy plus I into v of xy is an analytic function in domain D. Which of the following is true? ഇതും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യമാണ്. u and v are harmonic. f of z is an entire function. f of z satisfies Cauchy-Riemann equation, both a and c. ആലോചിക്കണം, ചാടി കയറി എഴുതരുത്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി PSC പലതും ചെയ്യും. നമ്മളെ പറ്റിക്കാൻ വേണ്ടി PSC പലതും ചെയ്യും. എന്തൊക്കെ ചോദ്യമല്ലേ. ഇതിലിപ്പോ എന്താ, ആർക്ക് എവിടെയാ സംശയമുള്ളത്? യു വി ഹാർമോണിക് ആണെന്ന് സംശയമൊന്നുമില്ലല്ലോ. അനലറ്റിക് ഫംഗ്ഷന്റെ റിയൽ ഇമാജിനറി പാർട്സ് ഒക്കെ ഹാർമോണിക് ആണ്. നമ്മൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചതാണ്. ഓപ്ഷൻ എ ശരിയാണ് അല്ലെ. ഓപ്ഷൻ എ ശരിയാണ്, യാതൊരു സംശയവും വേണ്ട. ഇനി ഈ ഹാർമോണിക് ഫംഗ്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അനലറ്റിക് ഫംഗ്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യലാണ്? Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യലാണ് അല്ലെ. Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അനലറ്റിക് ആവുമോ ചോദിച്ചാൽ ആവില്ല. പക്ഷെ അനലറ്റിക് ഒക്കെ Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ എയും ശരിയാണ്, സിയും ശരിയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്ത് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എൻറ്റയർ ഫംഗ്ഷൻ? അവിടെയാണ് നമുക്ക് സംശയം വരിക. എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ, അതാണ് അനലറ്റിക് എവ്രിവെയർ അല്ലെങ്കിൽ അനലറ്റിക് ഇൻ ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനലറ്റിക് ആണെങ്കിലാണ് ആ ഫംഗ്ഷനെ നമ്മൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുക. കോംപ്ലക്സ് പ്ലെയിൻ ആണ് കേട്ടോ, എവ്രിവെയർ അതന്നെ. അതല്ലാണ്ട് ഡൊമൈനിലല്ല, ഇൻ ഇറ്റ്സ് ഡൊമൈനിലല്ല, ഇൻ ദ അനലറ്റിക് f of z is analytic in the complex plane, every point in the complex plane, then it is called an entire function. അപ്പൊ അത് ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അനലറ്റിക് ഇൻ ഡി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫംഗ്ഷൻ ഒക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത് തീരുമാനിക്കാം അല്ലെ. അനലറ്റിക് ഇൻ ഡി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഹാർമോണിക് ആണെന്ന് പറയാം, എഫ് Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. ഇത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. എ ആൻഡ് സി, ബോത്ത് എ ആൻഡ് സി. Okay, entire function means analytic in the whole complex plane. Okay, മറക്കണ്ട കേട്ടോ. ഈ അനലറ്റിക് ഫംഗ്ഷന് മറ്റൊരു പേര് പറയടോ. ഇതല്ലാണ്ട് അനലറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാണ്ട് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് പോട്ടെ. അതല്ലാണ്ട് അനലറ്റിക് ഫംഗ്ഷന് വേറൊരു പേരും കൂടെ പറയും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ അതാണ് കാണണമെങ്കിൽ അത് ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഹോളോമോർഫിക് ഫംഗ്ഷൻ. ഓക്കെ, ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നും അനലറ്റിക് ഫംഗ്ഷനെ പറയാറുണ്ട്. അത് പഠിച്ചു വെച്ചു. റൈറ്റ്, അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് കണ്ടീഷൻ. അനലറ്റിക് ആണെങ്കിൽ
യു വി ഹാർമോണിക് ആയിരിക്കും, അതിന്റെ റിയൽ ഇമാജിനറി പാർട്ട് ഹാർമോണിക് ആയിരിക്കും, അത് കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, എഫ് ഓഫ് സെഡ് സാറ്റിസ്ഫൈസ് കോഷി റൈമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിയൽ ഇമാജിനറി പാർട്സ് കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് അർത്ഥം കേട്ടോ. പിന്നെ തിരിച്ചു പറയാൻ പാടില്ല, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് എന്താവണമെന്നില്ല, അനലിറ്റിക് ആവണമെന്നില്ല. പക്ഷെ അതെങ്ങനെ പറയണം, കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ഇൻ എവറി നൈബർഹുഡ് ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റിൽ അനലിറ്റിക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ഇൻ എവറി നൈബർഹുഡ് ഓഫ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു പോയിന്റിന്റെ ഒരു നൈബർഹുഡ് എടുത്താൽ അതിൽ അനലിറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മീൻസ് കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് അനലിറ്റിക്. ഓക്കെ, തിരിച്ചു പറയുമ്പോൾ കണ്ടീഷൻസ് ഉണ്ട്. അടുത്തത് നോക്കൂ, 12ാമത്തെ ചോദ്യം. F of z and f of z conjugate be analytic in domain D. Then f of z is 0 for all z. F of z is a constant function. F of z is real valued function but not constant. F of z is imaginary valued function but not a constant. എന്താ സംഗതി ഇത്? F of z must be a constant function. എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എന്താ, ഇപ്പോൾ സപ്പോസ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് യു പ്ലസ് ഐ വി ആയിട്ടാണ് വിചാരിക്കും. അപ്പോൾ എഫ് ഓഫ് സെഡ് കോൺജുഗേറ്റ് എന്തായിരിക്കും? യു മൈനസ് ഐ വി ആയിരിക്കും. ഇത് കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. യു എക്സ് ഈക്വൽ ടു വി വൈ വരും, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് വരും, ബിക്കോസ് ഇറ്റ്സ് അനലിറ്റിക് അല്ലേ. ഇവിടെയും അത് സാറ്റിസ്ഫൈ ചെയ്യും. യു ശ്രദ്ധിക്കണോട്ടോ, ഇവിടെ യു എക്സ് ഈക്വൽ ടു ശരിക്കും വി വൈ ആണ്, ഇവിടെ എന്തായിരിക്കും അത് മൈനസ് വി വൈ ആയിരിക്കും അല്ലെ. ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അതുപോലെ യു വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വി എക്സ് ആണ്, അത് ഇവിടെ എന്തായിരിക്കും? വി എക്സ് ആയിരിക്കും. ബിക്കോസ് അതിന്റെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ഈ ഇതിന്റെ ഫ്രണ്ടിൽ, വിയുടെ ഫ്രണ്ടിൽ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന യു വി ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ഡിഫറൻസ് എന്താണ്? വി നെഗറ്റീവ് ആവും, കാരണം കോൺജുഗേറ്റ് അല്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇവിടെ നിന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ആൻസർ പറയാം. യു എക്സ് ഈക്വൽ ടു വി വൈ, യു എക്സ് ഈക്വൽ ടു മൈനസ് വി വൈ അല്ലേ. അവിടെ നിന്ന് എന്ത് എഴുതാം നമുക്ക്? വി വൈ ഈക്വൽ ടു മൈനസ് വി വൈ, ദാറ്റ് ഇസ് 2vy ഈക്വൽ ടു 0, വി വൈ ഈക്വൽ ടു 0. വി വൈ 0 ആണെങ്കിൽ വി എന്താ? കോൺസ്റ്റന്റ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഇതൊന്നും നമുക്ക് എന്ത് പറയാം? ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഈ മൈനസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. വി എക്സ് ഈക്വൽ ടു വി എക്സ് എടുത്തു കഴിഞ്ഞാലേ ഇങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാമോ? യു ഐ മൈനസ് യു ഐ ഈക്വൽ ടു യു ഐ. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 2ui ഈക്വൽ ടു 0. Therefore ui is 0. That implies u is constant. Constant means ഇവിടെ എന്ത് പറയാൻ പറ്റില്ല? എക്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, വൈ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. വൈ ഇല്ലാന്നേ പറയാൻ പറ്റൂ. ഇത് വീണ്ടും 2 പ്രാവശ്യം കൂടെ ചെയ്യണം എക്സ് ഇല്ല എന്ന് പറയാനായിട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് രണ്ടും മോഡിഫൈ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ യു ഐ ഈക്വൽ ടു 0, യു എക്സ് ഈക്വൽ ടു 0, വി വൈ ഈക്വൽ ടു 0, വി വൈ ഈക്വൽ ടു വി എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാം. 4 0 ഡെറിവേറ്റീവ്സ് 0 ആയി കഴിഞ്ഞാൽ എക്സും വൈയും ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എഫ് ഓഫ് സെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണേ.